ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് റബീഹത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീസെൻ്റ്ലി നടന്ന, നമുക്കറിയാം ഡിസംബർ മാസത്തിൽ ഒരുപാട് എക്സാമുകൾ, ഡിസംബർ മാസം തുടങ്ങി ഒരുപാട് എക്സാമുകൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. എല്ലാ വീക്കിലായിട്ടും നമുക്ക് എക്സാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീസെൻ്റ്ലി നടന്ന CSEയുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള GKയുടെയും അതുപോലെ തന്നെ കറണ്ട് അഫെയർസിൻ്റെ ഒക്കെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകൾ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കി പോവാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് GKയുടെ ഭാഗത്തു നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റി, അതല്ല ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, പ്രത്യേകിച്ച് GKയും കറണ്ട് അഫെയർസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: നെയിം ദ കൺട്രി വിച്ച് ഇൻകോർപ്പറേറ്റഡ് അബോർഷൻ റൈറ്റ് ഇൻ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 2024. 2024 ഈ പറയുന്ന അബോർഷൻ എന്ന് പറയുന്നത്, അബോർഷൻ റൈറ്റ് എന്താണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് ഭരണഘടനാ വിധേയമാക്കിയിട്ടുണ്ടായിരുന്നത് താഴെ പറയുന്നതിൽ ഏത് രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രിട്ടൻ തന്നിട്ടുണ്ട്, ഇന്ത്യ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്. അപ്പൊ 2024 ഈ പറയുന്ന അബോർഷൻ എന്ന് പറയുന്നത് നിയമവിധേയമാക്കിയിട്ടുണ്ടായിരുന്നു, അതല്ലെങ്കിൽ ഈ പറയുന്ന അബോർഷൻ എന്ന് പറയുന്നത്, റൈറ്റ് ടു അബോർഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? ഫ്രാൻസ് ആയിരുന്നു അല്ലെ. ഫ്രാൻസ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ 2024 അബോർഷൻ റൈറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏത് രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഫ്രാൻസിന്റെ ആണ് എന്നുള്ളത് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് ദ ഫസ്റ്റ് IT പാർക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു IT പാർക്കിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് 1990 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, 1990 എസ്റ്റാബ്ലിഷ് ചെയ്തും കൊണ്ട് 1995 ഇത് നാഷന് ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ 1990 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്കായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്കാണ് എന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. അപ്പൊ ടെക്നോ പാർക്കാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്കായിട്ട് അറിയപ്പെടുന്നത്. 1990 എസ്റ്റാബ്ലിഷ് ചെയ്തു, നേഷന് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് 95 എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിക്കുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം വരുന്നത് നമ്മുടെ ഏത് ബാങ്കാണ്, ഈ താഴെ പറയുന്നതിൽ ഏത് ബാങ്കാണ് ഈ പറയുന്ന ഇന്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുന്ന സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നിട്ടുണ്ട്, യൂണിയൻ ബാങ്ക് തന്നിട്ടുണ്ട്, സിൻഡിക്കേറ്റ് ബാങ്ക്, ICICI ബാങ്ക്. ഇതിൽ ഏത് ബാങ്കാണ് നമ്മുടെ ഇന്റർനെറ്റ് ബാങ്കിങ്? നമ്മളിപ്പോ ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും അതല്ല മൊബൈൽ ബാങ്കിങ്ങിന്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ബാങ്കാണ്? ICICI ബാങ്ക് ആണ് കേട്ടോ. ആദ്യമായിട്ട് ഈ പറയുന്ന ഇന്റർനെറ്റ് ബാങ്കിങ്ങും അതുപോലെ തന്നെ മൊബൈൽ ബാങ്കിങ്ങും സംവിധാനങ്ങൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബാങ്ക് ആയിരുന്നു ICICI ബാങ്ക് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചേക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം ഇതാണ്, ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യുക. 2024 ജൂലൈ മാസത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രഖ്യാപനം നടന്നിട്ടുണ്ടായിരുന്നത്. എന്താണ്? ഇന്ത്യസ് ഫസ്റ്റ് യുനെസ്കോ സിറ്റി ഓഫ് ലിറ്ററേച്ചർ, ഇന്ത്യയുടെ ആദ്യത്തെ സാഹിത്യ നഗരമായിട്ട് യുനെസ്കോ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് താഴെ പറയുന്നതിൽ ഏത് സിറ്റീനെയാണ് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. തിരുവനന്തപുരം, അതുപോലെ തന്നെ ന്യൂഡൽഹി തന്നിട്ടുണ്ട്, ജയ്പൂർ തന്നിട്ടുണ്ട്, കോഴിക്കോടും തന്നിട്ടുണ്ട്. ഇത് 2024 ജൂലൈ മാസത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രഖ്യാപനം നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതില് ഏത് സിറ്റീനെയാണ് യുനെസ്കോ ലിറ്ററേച്ചർ സിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ ലിറ്ററേച്ചർ സിറ്റി ആയിട്ട് യുനെസ്കോ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ഇതിൽ ഏതിനെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. വളരെയധികം ട്രെൻഡിങ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസ് തന്നെയായിരുന്നു അത്. അപ്പോൾ അതിന്റെ ഉത്തരം എന്താണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആൻഷ്യന്റ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എംപറർ അശോക ബിലോങ് ടു ഡാഷ് ഡൈനാസ്റ്റി എന്നാണ് തന്നിട്ടുള്ളത്. നമ്മുടെ എംപറർ അശോക എന്ന് പറയുന്ന റൂളർ ഏത് ഡൈനാസ്റ്റിയിൽ നിന്നുള്ള ആളാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗുപ്ത ഡൈനാസ്റ്റി തന്നിട്ടുണ്ട്, കുഷാൺ ഡൈനാസ്റ്റി, മൗര്യ ഡൈനാസ്റ്റി, വർധന ഡൈനാസ്റ്റി. അപ്പോൾ മൗര്യ ആണല്ലേ, മൗര്യ ഡൈനാസ്റ്റിയിലെ ഒരു പ്രധാനപ്പെട്ട റൂളർ ആയിട്ട് അറിയപ്പെടുന്നതാണ് അശോകൻ എന്ന് പറയുന്നത്. ഏകദേശം 321 CE കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ പറയുന്ന അശോക സാമ്രാജ്യം എന്ന് പറയുന്നത് നിലവിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ
കാണാൻ പറ്റുന്നത്. ആരാണ് ഇതിന്റെ ഫൗണ്ടർ ആയിട്ട് അറിയപ്പെടുന്നത്? ചന്ദ്രഗുപ്തയാണ് അല്ലെ, ചന്ദ്രഗുപ്ത മൗര്യയാണ്. ചന്ദ്രഗുപ്ത മൗര്യയാണ് ഇതിന്റെ ഫൗണ്ടർ ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നത് നിലവിൽ വരുമ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് മഗധ ഡൈനാസ്റ്റിയിലെ മഗധ എംപയറിൽ ഉണ്ടായിരുന്ന അവസാനത്തെ ഡൈനാസ്റ്റി ആയിട്ടുള്ള നന്ദ എന്ന് പറയുന്ന ഡൈനാസ്റ്റിനെ, നമ്മുടെ മഗധ ഡൈനാസ്റ്റിയിലെ അവസാനത്തെ ഡൈനാസ്റ്റി ആയിട്ടുണ്ടായിരുന്ന നന്ദ ഡൈനാസ്റ്റിനെ ഓവർത്രൂ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ നമ്മുടെ മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നത് 321 CE സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ഡൈനാസ്റ്റിനെ ഓവർത്രൂ ചെയ്തുകൊണ്ടാണ് ഈ ഒരു മൗര്യ ഡൈനാസ്റ്റി നിലവിൽ വന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മഗധ ഡൈനാസ്റ്റിനെയാണ്. മഗധ എംപയറിലെ അവസാനത്തെ ഡൈനാസ്റ്റി ആയിട്ടുള്ള ഈ പറയുന്ന നന്ദ ഡൈനാസ്റ്റിനെ ഓവർത്രൂ ചെയ്തുകൊണ്ടാണ്. ഇനി ആരാണ് ഈ പറയുന്ന മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് ചന്ദ്രഗുപ്ത മൗര്യനാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമായിട്ട് ഇവിടെ വരാനായിട്ട് സാധ്യതയുള്ള ഇനിയുള്ള എക്സാമുകൾക്ക് ചോദ്യമായിട്ട് വരാനുള്ളത് മറ്റൊന്നാണ് എന്ന് വെച്ചാൽ, മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന ബുദ്ധിസം എന്ന് പറയുന്ന ഐഡിയോളജി, ഓക്കെ, ബുദ്ധിസം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് താഴെ പറയുന്നതിൽ ഏത് റൂളറാണ് എന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ് വരുന്നത്? അശോക ചക്രവർത്തി തന്നെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് ഓർമ്മിച്ചു വെക്കുക കേട്ടോ. ബുദ്ധിസം അതല്ലെങ്കിൽ ധമ്മ എന്ന് പറയുന്ന ബുദ്ധിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പോളിസിയാണ് ധർമ്മ അതല്ലെങ്കിൽ ധമ്മ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയോളജി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് താഴെ പറയുന്നതിൽ ഏത് റൂളറാണ് എന്ന് ചോദിച്ചാൽ അത് അശോക ചക്രവർത്തിയാണ് എന്നുള്ളത് കൂടെ ഓർമ്മിച്ചു വെക്കുക. ഇനി ഏത് യുദ്ധത്തിന് ശേഷമാണ് ഇദ്ദേഹം ഈ ഒരു ഐഡിയോളജി സ്വീകരിക്കുന്നത്, അതല്ലെങ്കിൽ ഏത് യുദ്ധത്തിന് ശേഷമാണ് അദ്ദേഹം ബുദ്ധിസത്തിലോട്ട് കൺവേർട്ട് ആവുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കലിംഗ യുദ്ധത്തിന് ശേഷമാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൗര്യ ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ മൗര്യ ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോയേണ്ട ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനപ്പെട്ട ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മിനിസ്റ്റർ ഒക്കെ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു കൗഡില്യൻ എന്ന് പറയുന്നത് കേട്ടോ. കൗഡില്യ എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ച് വെക്കുക കേട്ടോ. കൗഡില്യന്റെ ഒരു പ്രധാനപ്പെട്ട വർക്ക് ഇവിടെ വരുന്നുണ്ട്, അതാണ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വർക്ക് കൂടെ അദ്ദേഹത്തിന്റെ ഇവിടെ വരുന്നുണ്ട്. അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. അർത്ഥശാസ്ത്ര കൗഡില്യന്റെ ഒരു പ്രധാനപ്പെട്ട വർക്കായിട്ട് അറിയപ്പെടുന്നതാണ്. ആ കാര്യം കൂടെ അവിടെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് വിച്ച് ഓഷ്യൻ ഹാസ് ദ ലോങ്സ്റ്റ് കോസ്റ്റ് ലൈൻ? ഈ പറയുന്നതിൽ ഏത് റിവറിനാണ്, ഏത് ഓഷ്യനാണ് ഏറ്റവും വലിയ കോസ്റ്റ് ലൈൻ ഉള്ളത്, ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ലൈൻ ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നേരെ നമ്മൾ ഉത്തരത്തിലോട്ട് പോകുന്ന സമയത്ത് ഏതാണ്? അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ് അല്ലേ. ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ലൈൻ ഉള്ളത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ് എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം ഇതാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൂ കോൾഡ് ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ദ ഐഡന്റിറ്റി കാർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഈ പറയുന്ന പ്രിയാമ്പിളിന്റെ ആമുഖത്തിന് ആരാണ് ഇത്തരത്തിലൊരു വിശേഷണം നൽകിയിട്ടുണ്ടായിരുന്നത്? ഐഡന്റിറ്റി കാർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഐഡന്റിറ്റി കാർഡ് എന്നാണ് അദ്ദേഹം പ്രിയാമ്പിളിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആരാണ് ഇത്തരത്തിലുള്ള ഒരു വിശേഷണം നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? നമ്മുടെ പാൽക്കി വാലയാണ് അല്ലെ. പാൽക്കി വാലയാണ് ഐഡന്റിറ്റി കാർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മുടെ പ്രിയാമ്പിളിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം ഇതാണ്, നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ എന്നാണ്. നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നത് ഏത് ദിവസമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 24, ഡിസംബർ 10, ഒക്ടോബർ 24, അതുപോലെ തന്നെ ജാനുവരി 30. ഇതിൽ ഏത് ദിവസമാണ് നമ്മൾ ഈ പറയുന്ന നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസത്തെയും ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് പഠിച്ചിട്ട് പോവാം അല്ലെ. അതായത് ജാനുവരി 30 നമുക്കറിയാം, നമ്മൾ ഈ പറയുന്ന മാർട്ടിയർ ഡേ ആയിട്ട് അല്ലെ, മാർട്ടിയർ ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നതാണ്. അതായത് നമ്മുടെ രക്തസാക്ഷി ദിനം, നമ്മുടെ ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുന്നതാണ് ഈ പറയുന്നത് ജാനുവരി 30 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒക്ടോബർ 24 നമ്മൾ നോക്കുന്ന സമയത്ത് ഒക്ടോബർ 24ന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ UN അല്ലെ, UN ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നതാണ് നമ്മുടെ ഒക്ടോബർ 24 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിസംബർ 10ന്റെ പ്രത്യേകത എന്താണ് വരുന്നത്? നാഷണൽ
ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ് അല്ലേ, ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നതാണ് ഈ പറയുന്ന ഡിസംബർ 10 എന്ന് പറയുന്നത്. ഡിസംബർ 24 നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത്, ഈ പറയുന്ന നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ ആയിട്ട് കൊണ്ടാടുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വെക്കുക. അപ്പോൾ എന്താണ് ബാക്കിയുള്ള ദിവസത്തിന്റെ പ്രത്യേകത? UN ഡേ വരുന്നത് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്ത ദിവസം. അപ്പോൾ അതിൽ ഒക്ടോബർ 24 1945 അല്ലേ. അതുപോലെ തന്നെ ഡിസംബർ 10 നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. അതുപോലെ തന്നെ ജനുവരി 30 നമ്മൾ ഷഹീദ് ദിവസം അല്ലെങ്കിൽ ഈ പറയുന്ന രക്തസാക്ഷി ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. ഡിസംബർ 24 പ്രത്യേകത എന്താണ്? നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ ആയിട്ട് കൊണ്ടാടുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ 2025 വേൾഡ് ഗെയിംസ് ഏത് കൺട്രിയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ എന്താണ് ഈ പറയുന്ന സ്പോർട്സുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഇവന്റുകൾ അല്ലെങ്കിൽ ഇവന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ എന്താണ് വെന്യൂസ് കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ബ്രിക്സ് സമ്മിറ്റ്, G20 സമ്മിറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനിയുള്ള എക്സാമുകൾക്കൊന്ന് നോക്കി വെക്കുക. എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ കാണുന്നത് തന്നെയാണ് ഈ പറയുന്ന വെന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഈ പറയുന്ന 2025 വേൾഡ് ഗെയിംസ് എന്ന് പറയുന്നത് നടക്കാനായിട്ട് പോകുന്നത് എവിടെയാണ്, ഹോസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ്? ചൈനയിലായിരുന്നു അല്ലെ. ചൈനയിലായിരുന്നു 2025 നമ്മുടെ വേൾഡ് ഗെയിംസ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏത് കൺട്രിയാണ് ഹോസ്റ്റ് ചെയ്തത് ചോദിച്ചാൽ ചൈനയാണ് നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ക്യാബിനറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും നമ്മൾ ക്ലാസ്സിലാണെങ്കിലും വീഡിയോയിലാണെങ്കിലും ഒക്കെ നമ്മൾ പറയുന്ന കാര്യമാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹു ഈസ് ദ കറന്റ് മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ ഇവിടെ നമ്മൾ സെൻട്രൽ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്നതാണ്. അപ്പോൾ നിലവിലെ നമ്മുടെ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് സെൻട്രൽ ക്യാബിനറ്റിലെ മിനിസ്റ്റർ ആയിട്ട് വരുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് നമ്മുടെ ഉത്തരം വരുന്നത്? ഹർദീപ് സിംഗ് പൂരിയാണ് അല്ലെ. ഹർദീപ് സിംഗ് പൂരിയാണ് നമ്മുടെ നിലവിലെ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിന്റെ മിനിസ്റ്റർ ആയിട്ട് സെൻട്രൽ ക്യാബിനറ്റിൽ മിനിസ്റ്റർ ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് കൂടെ അവിടെ പഠിച്ചു വെക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ലെവലും ചോദിച്ചു വരാറുണ്ട്. അത് ചോദിച്ചിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം ഇതാണ്. 2025 ആസ് ഓഫ് 2025 വിച്ച് ഇന്ത്യൻ സിറ്റി ഹാസ് ബീൻ റാങ്ക്ഡ് ആസ് ദ സേഫസ്റ്റ്, ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സിറ്റി ആയിട്ട് 2025 റാങ്കിൽ ഫസ്റ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നത് താഴെ പറഞ്ഞതിൽ ഏത് സിറ്റിയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ട്രിവാൻഡ്രം തന്നിട്ടുണ്ട്, ചെന്നൈ തന്നിട്ടുണ്ട്, മാംഗ്ലൂർ തന്നിട്ടുണ്ട്, ഇൻഡോർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു 2025 ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സിറ്റി എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട 2 ഫീച്ചേഴ്സ് ആയിട്ട് അവിടെ പറയുന്നത് എന്ന് വെച്ചാൽ ക്ലീനിങ്. ഓക്കെ, നല്ല വൃത്തി കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന സിവിക് ഓർഡർ എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന ഈ 2 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് 2025 എന്ത് ചെയ്തിട്ടുള്ളത്, ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സിറ്റി ആയിട്ട് ഇത് വന്നിട്ടുള്ളത്. ഏതാണ് നമ്മുടെ ഉത്തരം വരുന്നത്? മാംഗ്ലൂർ ആണ് അല്ലെ. മാംഗ്ലൂർ ആണ് നമ്മുടെ 2025 സേഫസ്റ്റ് ആയിട്ടുള്ള സിറ്റി ആയിട്ട് ഇന്ത്യയിൽ റാങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ അഗെയിൻ ഒരു സിറ്റി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് പ്ലേസ് ഇൻ കേരള ഈസ് നോൺ ആസ് ദ എവർഗ്രീൻ സിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ എവർഗ്രീൻ സിറ്റി ആയിട്ട് അറിയപ്പെടുന്നത് താഴെ പറയുന്നതിൽ ഏത് കേരളത്തിലെ ഏത് പ്ലേസ് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആലപ്പുഴ തന്നിട്ടുണ്ട്, വയനാട് തന്നിട്ടുണ്ട്, ഇടുക്കി തന്നിട്ടുണ്ട്, ട്രിവാൻഡ്രം തന്നിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴയും വയനാട് ഇടുക്കിയൊക്കെ കാണുമ്പോൾ എവർഗ്രീൻ എന്നുള്ളത് കൂടെ കാണുന്ന സമയത്ത് നമുക്ക് അതിലേതെങ്കിലുമൊക്കെ എന്താണ് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഉത്തരം വരുന്നത് ഏതാണ്? ട്രിവാൻഡ്രം ആണ് കേട്ടോ. ട്രിവാൻഡ്രം ആണ് നമ്മുടെ എവർഗ്രീൻ സിറ്റി ആയിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ എവർഗ്രീൻ സിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേരളത്തിൽ നമ്മുടെ ട്രിവാൻഡ്രമാണ്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ എന്തായാലും അതിലേതെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ ഇടുക്കിയാണോ വയനാടാണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ നമുക്ക് വരും. പക്ഷേ എവർഗ്രീൻ സിറ്റി ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ഏതാണ്? നമ്മുടെ ട്രിവാൻഡ്രം ആണ് എന്നുള്ള കാര്യം ഒന്ന് അവിടെ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ദെൻ 5-year പ്ലാനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻ കാണുന്ന മറ്റൊന്നാണ്, അതായത് 5-year പ്ലാൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് എപ്പോഴും കാണാറുണ്ട്. അതിലൊന്നാണ് ദ ഫസ്റ്റ് 5-year പ്ലാൻ ഓഫ് ഇന്ത്യ വാസ് ബേസ്ഡ് ഓൺ വിച്ച് മോഡൽ. ഏത് മോഡലിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മുടെ ഈ പറയുന്ന ആദ്യത്തെ 5-year പ്ലാൻ ഉണ്ടായിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ മഹലനോബിസ് മോഡൽ തന്നിട്ടുണ്ട്, നെഹ്റു തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഹരോഡ് ഡോമ മോഡൽ തന്നിട്ടുണ്ട്, ദാദാബായ് നവറോജി മോഡലും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 5-year പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ റഷ്യ USSR നിന്നാണല്ലേ 5-year പ്ലാൻ എന്ന് പറയുന്ന ആശയം നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അതിനെ പിന്നെ റിപ്ലേസ് ചെയ്തുകൊണ്ടാണ് പ്ലാനിംഗ് കമ്മീഷനൊക്കെ റിപ്ലേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ നീതി
ആയോഗും കാര്യങ്ങളൊക്കെ നിലവിൽ വരുന്നത്. 12 5 ഇയർ പ്ലാനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ എക്സാമിനും നമുക്ക് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 5 ഇയർ പ്ലാൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ഏത് മോഡലിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഹറോഡ് ഡൊമാർ മോഡലാണ്. ഹറോഡ് ഡൊമാർ മോഡലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഏത് വരുന്നത്, ആദ്യത്തെ 5 ഇയർ പ്ലാന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് 5 ഇയർ പ്ലാനിന്റെ കാര്യം നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് മോഡലിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മെഹലനോബിസ് മോഡലായിരുന്നു അല്ലെ. മെഹലനോബിസ് മോഡലിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു രണ്ടാമത്തെ 5 ഇയർ പ്ലാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ 5 ഇയർ പ്ലാൻ നമ്മൾ നോക്കുമ്പോൾ ഹറോഡ് ഡൊമാർ മോഡലിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ ഹു ഈസ് ദ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് കേരള? കേരളത്തിന്റെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. ഇപ്പോൾ സെൻട്രൽ മിനിസ്റ്റേഴ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കേരള ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കേരള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിൽ എപ്പോഴും ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ മിനിസ്റ്റേഴ്സിനെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കാരണം അതിലെ ഏതെങ്കിലും ഒരാളെ നമ്മളോട് എപ്പോഴും ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ട് താഴെ പറയുന്നതിൽ അറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്? ഡോക്ടർ ആർ ബിന്ദു ആണ് അല്ലെ. ഡോക്ടർ ആർ ബിന്ദു ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ട് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ ആർ ബിന്ദു ആണ്. അതുപോലെ തന്നെ വി ശിവൻകുട്ടി നമ്മൾ നോക്കുന്ന സമയത്ത് ലേബർ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷന്റെയും അതുപോലെ തന്നെ ലേബറിന്റെ മിനിസ്റ്റർ ആയിട്ട് അറിയപ്പെടുന്നതാണ് ആര്? വി ശിവൻകുട്ടി എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ കെ രാജൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഹൗസിംഗിന്റെ മിനിസ്റ്റർ ആയിട്ട് അറിയപ്പെടുന്ന, ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ ഒക്കെ മിനിസ്റ്റർ ആയിട്ട് അറിയപ്പെടുന്നതാണ്. അതുപോലെ തന്നെ പി രാജീവ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ ആൻഡ് ഇൻഡസ്ട്രീസിന്റെ മിനിസ്റ്റർ ആയിട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഇതിലെ ഏതെങ്കിലുമൊക്കെ ബാക്കിയുള്ള മിനിസ്റ്റേഴ്സിനെയൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നമ്മളോട് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനിയുള്ള എക്സാമുകൾക്ക് പോകുന്നവർ ആ കാര്യങ്ങളെല്ലാം ഒന്ന് പഠിച്ചു വെച്ചിട്ട് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് ഇപ്പോൾ ഓരോ ആഴ്ചകളിൽ നമുക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അത്യാവശ്യം ഇനിയിപ്പോൾ 2026 നമുക്ക് അത്യാവശ്യം വേക്കൻസികളും എക്സാമുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണെങ്കിൽ CSEBയുടെ ബിഗിനേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 6 മന്ത്സിൻ്റെ ഡ്യൂറേഷൻ വരുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കറിയാം GK എന്ന് പറയുന്നത് പലവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഏരിയ ആണ് അല്ലേ. പലവരും പറയാറുണ്ട് ബാക്കിയൊക്കെ ഓക്കെ, പക്ഷേ GK അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും മാർക്ക് നഷ്ടപ്പെടാറുണ്ട് എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ടൊരു സമയം മാറ്റി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്കോർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ പറയുന്ന GK ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ 6 മന്ത്സ് ആണ് അതിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരാണെങ്കിലും അതല്ല 1-2 എക്സാമൊക്കെ എഴുതിയിരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിനെ കുറിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഈ പറയുന്ന ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളും എല്ലാം അടങ്ങുന്ന ഒരു ബാച്ച് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അതല്ലെങ്കിൽ താഴെ നമ്മൾ ഫോമും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. അതിൽ നിങ്ങൾ ക്വറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക്